2025 ഒക്ടോബർ 10 ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ചിൽ ഒരു യുവതി 24 വയസ്സ് പ്രായമുള്ള ഒരു യുവതി കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റവും ആദ്യം പോലീസ് കരുതിയിരുന്നത് അതൊരു സ്വാഭാവിക മരണമായിരിക്കും എന്നുള്ളതാണ്. പിന്നീടാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയപ്പോഴത്തേക്കും പോലീസും അവിടുത്തെ ജനങ്ങളും എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാനൊന്നും സാധിക്കില്ല. ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവളുടെ ഭർത്താവായിരുന്നു. അതിൽ അതിശോക്തിയില്ല. കാരണം ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താക്കന്മാരുടെ ഒരുപാട് കഥകൾ എൻ്റെ ഈ ചാനലിലൂടെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യസ്തത, അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം കൂടെ അതിനകത്തുണ്ടായിരുന്നു. എന്തിനാ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഭർത്താവിന് ഈ ഭാര്യയുടെ അമ്മയുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. അതായത് സ്വന്തം ഭാര്യയുടെ അമ്മയമ്മ എന്ന നമ്മുടെ നാട്ടിൽ പറയുക. ആ റിലേഷൻഷിപ്പ് തുടർന്നു പോകാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത്. അതും ഈ പെൺകുട്ടിയുടെ അമ്മയുടെ അറിവോടുകൂടി തന്നെയാണ് ആ കൊലപാതകം ചെയ്തത്. കൊലപാതകത്തിന് ശേഷവും ആ സ്ത്രീ നിന്നത് മകളുടെ കൂടെയല്ല, മകളെ കൊലപ്പെടുത്തിയ മരുമകൻ്റെ കൂടെയാണ്. കാരണം മരുമകനുമായിട്ട് ആ ഒരു ബന്ധം ഇനിയും അവർക്ക് തുടർന്ന് പോകണമായിരുന്നു. ഉത്തർപ്രദേശിലെ ഈ ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് വിശദമായിട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കേസിനെ പറ്റിയുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേസിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ശിവാനി. ശിവാനിക്ക് 24 വയസ്സായിരുന്നു പ്രായം. ശിവാനിയുടെ വീട്ടിലെ കാര്യങ്ങൾ ഏറ്റവും ആദ്യം പറയാം. ശിവാനിയുടെ സ്വന്തം വീട്ടിൽ അവളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 3 സഹോദരങ്ങളുണ്ട്. അവളുടെ പിതാവിൻ്റെ പേര് നാരായൺ എന്നാണ്. അയാൾ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്, ഇടയ്ക്ക് കൃഷി ചെയ്യും. ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഈ കാസ്ഗഞ്ച് എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്നെ ഏകദേശം 700 താഴത്ത് ആൾക്കാരാണുള്ളത്. ഒരുപാട് സ്ഥലമുണ്ട്, പക്ഷേ ജനങ്ങൾ താമസിക്കുന്നത് വളരെ കുറവാണ്. ഒരാൾക്ക് തന്നെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ടാവും, അവർ കൃഷി ചെയ്യും, എന്തെങ്കിലും കൂലിപ്പണി ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ നാരായണൻ എന്ന് പറയുന്ന ശിവാനിയുടെ അച്ഛന് പല ജോലിയുണ്ട്. ഇടയ്ക്ക് അയാൾ ദൂരത്തേക്ക് ജോലിക്ക് പോകും, 3-4 മാസം കഴിയുമ്പോഴത്തേക്കായിരിക്കും തിരികെ വരിക. കുറച്ച് നാൾ സ്വന്തം നാട്ടിൽ കൃഷിയൊക്കെ ചെയ്യും, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയുടെ പേര് പ്രേംവതി എന്നാണ്. പ്രേംവതിക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നും തന്നെ ഇല്ല. 3 മക്കളാണെന്ന് ഞാൻ പറഞ്ഞു. ശിവാനിയെ കൂടാതെ 3 മക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും മൂത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. ശിവാനി 2ാമത്തെ പെൺകുട്ടിയാണ്. ഇളയത് 2 ആൺകുട്ടികളാണ്. പറയത്തക്ക വിദ്യാഭ്യാസം ആ കൂട്ടത്തിൽ ആർക്കും തന്നെ ഇല്ല. ഇപ്പോൾ 2 ഇളയ ആൺകുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്കും പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ഇല്ല. അവരും അച്ഛൻ്റെ കൂടെ എന്തെങ്കിലും ജോലിക്ക് പോകും, കൂലിപ്പണിക്ക് പോകും, അങ്ങനെയൊക്കെയാണ് അവരുടെയും രീതി എന്ന് പറയുന്നത്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഇവരുടെ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2018 ശിവാനിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. ഇനി ശിവാനിയുടെ വീടിൻ്റെ, ഇപ്പോൾ കല്യാണം കഴിച്ച് താമസിക്കുന്ന വീടിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പേര് പ്രമോദ് എന്നാണ്. ഈ പ്രമോദിന് ശിവാനിയേക്കാളും 3-4 വയസ്സ് പ്രായം കൂടുതലുണ്ട്. അയാൾക്കും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നുമില്ല, കൂലിപ്പണിയാണ്. ഈ പ്രമോദ് പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ. അതായത് അയാൾക്ക് കൂലിപ്പണിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ കൺസ്ട്രക്ഷൻ, അതായത് നമ്മുടെ നാട്ടിൽ ഈ വീടൊക്കെ കെട്ടുന്ന കൽപ്പണി എന്നൊക്കെ പറയാറുണ്ട്, മേസൺ, ആ ജോലിയാണ് അയാൾക്കുള്ളത്. അപ്പോൾ അയാൾക്ക് പല സ്ഥലത്തായിരിക്കും ജോലിക്ക് പോകേണ്ടി വരിക. അപ്പോൾ അയാൾ ആരുടെ കൂടെയാണോ വർക്ക് ചെയ്യുക, ഇപ്പോൾ കോൺട്രാക്ടർ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അപ്പോൾ ആരുടെ കൂടെയാണോ വർക്ക് ചെയ്യുക, അയാൾക്ക് എവിടെയാണോ ജോലി വരിക അവിടെയാണ് ഇയാളുടെ വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൽഹി ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ കേസ് നടക്കുന്ന ആ സമയങ്ങളിൽ. അപ്പോൾ 1 മാസം 2 മാസം കൂടുമ്പോൾ മാത്രമായിരിക്കും തിരികെ നാട്ടിലേക്ക്, വീട്ടിലേക്കൊക്കെ ഇയാൾ വരിക. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2018 വിവാഹം കഴിഞ്ഞിട്ട് 2025 ആയപ്പോഴത്തേക്കും ശിവാനിക്കും പ്രമോദിനും കൂടെ 2 മക്കളുണ്ട്. മൂത്ത കുട്ടിക്ക് ആൺകുട്ടിയാണ്, 2.5 വയസ്സാണ് പ്രായം. ഇളയത് ഒരു കുഞ്ഞാണ്, കൈക്കുഞ്ഞാണ്, വെറും 6 മാസം മാത്രമാണ് പ്രായം. അങ്ങനെ 2025 ഒക്ടോബർ 10 രാവിലെ സമയത്ത് ഈ ശിവാനിയുടെ വീട്ടിൽ പ്രമോദുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 2 മക്കളുണ്ട്. പ്രമോദിൻ്റെ മാതാപിതാക്കൾ ഇടയ്ക്ക് ആ വീട്ടിൽ വന്ന് താമസിക്കും. അവർ ഇവരുടെ വീടിനടുത്ത് തന്നെ വേറൊരു വീട് അവർക്കുണ്ട്. ആ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യും. ശിവാനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൈക്കുഞ്ഞൊക്കെ ആയതിനു ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ പ്രമോദ് ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും കൂടുതൽ സമയവും ശിവാനി വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും മക്കളുമായിട്ട്. അപ്പോൾ ശിവാനി രാവിലെ തന്നെ TV അങ്ങോട്ട് വെക്കും. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, അവർ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഒരു കൾച്ചറൊന്നും ആയിരിക്കണം എന്നില്ല. അവർ ഒച്ചത്തിൽ TV വെച്ച് ഉണ്ടാക്കിയായിരിക്കും ജോലിയൊക്കെ ചെയ്യുക, പാട്ടിട്ട്, അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടത്. അപ്പോൾ ഈ ശിവാനിയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവാനി രാവിലെ തന്നെ TV ഓൺ ചെയ്ത് വെക്കും, അതിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യും, കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവും, കുഞ്ഞിന് ഉറക്കം, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 ഒക്ടോബർ 10 രാവിലെ ആയപ്പോഴത്തേക്കും പാല് കൊടുക്കുന്ന ഒരു ജോലിക്കാരുണ്ട് അവിടെ, പാൽക്കാരൻ എന്ന് പറയാം. അയാൾ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. പാൽക്കാരൻ വന്നിട്ട് വാതിൽ നോക്കിയാണ്, വാതിൽ കൊട്ടി നോക്കി, പ്രതികരിക്കുന്നില്ല. വാതിൽ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ശിവാനിയെ കുറേ വട്ടം വിളിച്ചു നോക്കി, ശിവാനി വരുന്നില്ല.
സാധാരണ ശിവാനി എന്ന് പറയുന്ന ആ ലേഡി വന്നിട്ടാണ് പാല് വാങ്ങിക്കുക. അയാൾ എന്ത് ചെയ്തു, ആ പാൽക്കുപ്പി അവിടെ വെച്ചിട്ട് അയാളങ്ങ് പോയി, അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി. ഈ അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് ശിവാനി ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല, എവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ശിവാനി എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അയൽവാസികളുടെ അടുത്ത് പറയാറുണ്ട്. തൊട്ടടുത്ത് തന്നെയല്ല വീടുള്ളത്, നമ്മുടെ അടുത്ത പോലെ അടുത്തടുത്ത് വീടുകളൊന്നുമല്ല, എങ്കിൽ തന്നെയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കാനും പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അയൽവാസികൾ ആലോചിച്ചു, ഓ ശിവാനിയെ കാണുന്നില്ലല്ലോ, കാരണം എപ്പോഴും കുഞ്ഞിൻ്റെ കരച്ചിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കളിയോ ചിരിയോ തമാശയുള്ള കാര്യങ്ങളോ ശിവാനിയുടെ ആ ഒരു ടി വി വെക്കുന്നതിൻ്റെ ആ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞു, ശിവാനിയെ പറ്റി ഒരു അനക്കവുമില്ല. അപ്പോൾ ശിവാനി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സാധാരണ പറയേണ്ടതാണല്ലോ. അപ്പോൾ ഇവർക്കൊരു ഡൗട്ട് തോന്നുകയാണ്. ഇവരെന്ത് ചെയ്തു, പ്രമോദനെ വിളിച്ചു നോക്കിയാണ്. പ്രമോദിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ഇവരെവിടെയെങ്കിലും പോയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ശിവാനിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി, പ്രതികരിക്കുന്നില്ല. റിങ് ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നില്ല. വൈകിട്ടായിട്ടും കാണുന്നില്ല. അപ്പോൾ ശിവാനിയുടെ വീട്ടിൽ പോയിട്ട് എന്തായാലും ശിവാനിയെ കുറിച്ച് അന്വേഷിക്കാമെന്ന് ഒരു തീരുമാനിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളതാണല്ലോ, എന്തെങ്കിലും പറ്റുമെന്ന് അറിയണ്ടേ. അങ്ങനെ അവിടെ പോയി നോക്കിയാണ്. അവിടെ പോയി നോക്കിയിട്ട് ശിവാനിയെ വിളിക്കുന്നു. ശിവാനി പ്രതികരിക്കുന്നേ ഇല്ല. പ്രമോദ് അവിടെ ഇല്ല, ജോലിക്ക് പോയിരിക്കുകയാണെന്ന് അയൽവാസികൾക്ക് അറിയാം. കുറേ തവണ വിളിച്ചു നോക്കി, പ്രതികരിക്കുന്നേ ഇല്ല. അപ്പോൾ അയൽവാസികൾ 2 പേര് ചേർന്നിട്ടാണ് അവിടേക്ക് വരുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ചിന്തിച്ചു, വീടിൻ്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. രാവിലെ വന്ന ആ ഒരു പാൽക്കാരനും പറഞ്ഞതാണ് വീടിൻ്റെ വാതിൽ തുറന്ന് കിടപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും അകത്ത് കയറി നോക്കിയേക്കാം, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ. അങ്ങനെ വീടിൻ്റെ വാതിൽ തുറന്നവരകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ശിവാനി അവിടെ മരിച്ചു കിടക്കുന്നതാണ്. ശിവാനിക്ക് അനക്കമൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോയി. അവരൊച്ചത്തിൽ നിലവിളിക്കുകയാണ്. വളരെ പെട്ടെന്ന് അയൽവാസികളൊക്കെ ഈ വിവരം അറിയിക്കുകയും അയൽവാസികൾ അവിടേക്ക് ഓടിയെത്തുകയും ചെയ്തു. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസും ഫോറൻസിക് സംഘവും അവിടേക്ക് വന്നു. ശിവാനി മരിച്ചു എന്ന് എല്ലാവർക്കും ഉറപ്പായി. പോലീസുകാർക്ക് ഉറപ്പായി ശിവാനി മരണപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഫോറൻസിക് സംഘവും പോലീസും ഒക്കെ ശിവാനിയുടെ വീട് മുഴുവൻ പരിശോധിക്കുകയാണ്. പറയത്തക്ക തെളിവുകളൊന്നും തന്നെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഒരു അടിപിടി നടന്നതിൻ്റെയോ മോഷണം നടന്നതിൻ്റെയോ ഒരു സൂചന അവിടെ ഇല്ല. മാത്രമല്ല ശിവാനിയുടെ ഭർത്താവ് ആ വീട്ടിലില്ല, മക്കളില്ല. ശിവാനിയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അവർ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ആ വീട്ടിലാണെങ്കിൽ അവരെയും കാണാനില്ല. എല്ലാവരും അവിടെ പോയി. ശിവാനി മാത്രമേ മരിച്ച് കിടക്കുകയും ചെയ്യുകയാണ്. പോലീസിന് ആകെ മൊത്തത്തിൽ ഒരു സംശയം തോന്നുകയാണ്. അങ്ങനെ ശിവാനിയുടെ ശരീരം പോലീസ് പരിശോധിക്കുകയാണ്. അവരുടെ കഴുത്തിൽ ഈ ചുവന്ന കളറിൽ എന്തുകൊണ്ടിങ്ങനെ ടൈറ്റ് ചെയ്തതിൻ്റെ പാട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിങ്ങനെ റെഡിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് 100% ഉറപ്പായി. ശിവാനിയുടെ കയ്യിലും കാലിലും ഒക്കെ ചെറിയ ചെറിയ ചതഞ്ഞ പാടുകളൊക്കെ ഉണ്ട്. ഇതെന്തായാലും കൊലപാതകമാണ്. അതിനകത്ത് ഒരു സംശയവും പോലീസിനില്ല. ഈ സമയത്ത് അയൽവാസികൾ പല വിധത്തിലുള്ള കഥകൾ അവിടെ പറയാൻ വേണ്ടി തുടങ്ങി. ഒരു കൊലപാതകമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായല്ലോ. അവർ പറയുകയാണ്, ഈ പ്രമോദും ശിവാനിയുമായിട്ട് പല രീതിയിലുള്ള വഴക്കുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രമോദ് ഈ വീട്ടിലേക്ക് ലാസ്റ്റൊക്കെ വരുന്നതും പോകുന്നതും ആരും അറിയാറ് പോലും ഇല്ല. നേരത്തേക്കാണെങ്കിൽ പ്രമോദ് വന്നു പോകുന്ന സമയത്ത് സംസാരിക്കാറുണ്ടായിരുന്നു പല അയൽവാസികളോട്. ഇപ്പം അങ്ങനെ സംസാരിക്കാറ് പോലും ഇല്ല. അപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇവർക്കിടയിൽ ഭയങ്കര വഴക്കുണ്ട്. ശിവാനിയെ ഒരുപാട് പ്രമോദ് ഉപദ്രവിക്കാറുണ്ട്. ചിലപ്പോൾ പ്രമോദ് ആയിരിക്കാം ഈ കൊലപാതകം ചെയ്തതെന്ന് ഒരു ഡൗട്ട് പോലെ അയൽവാസികൾ പറയുകയാണ്. അങ്ങനെ പ്രേംവതിയെ പോലീസ് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അമ്മയെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അങ്ങനെ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് അമ്മ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു അമ്മയാണെങ്കിലും മകൾ മരിച്ചു കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും അലറി വിളിച്ച് നിലവിളിക്കും. ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയും. അങ്ങനെ പ്രേംവതിയും ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപ്പോൾ അയൽവാസികൾ പറയുന്നൊരു സ്റ്റോറി ഉണ്ടല്ലോ, ഈ ശിവാനിയും ഭർത്താവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു എന്നുള്ളത്. അങ്ങനെ എന്തായാലും പോലീസിന് അറിയണം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ പ്രേംവതിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഭർത്താവുമായിട്ട് ശിവാനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് സ്ത്രീധനത്തിൻ്റെ പേരിൽ മകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയാമോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ ഏതൊരു അമ്മയാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ മകൾ മരിച്ചു കിടക്കുമ്പോഴത്തേക്കും ആ ഭർത്താവും അവൻ്റെ വീട്ടുകാരൊന്നും ആ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിനെ സംശയിക്കും. പക്ഷേ പ്രേംവതി പറഞ്ഞത് കേട്ടിട്ട് പോലീസ് പോലും ഞെട്ടിപ്പോയി. ഇവർ പോലീസിനോട് പറയുകയാണ്, തൻ്റെ മരുമകനായിട്ടുള്ള പ്രമോദ് അവനൊരിക്കലും തൻ്റെ മകളെ കൊലപ്പെടുത്തില്ല, ഉപദ്രവിക്കത്തു പോലുമില്ല. അവൻ അത്രയും നല്ല ഒരു മരുമകനാണ്. തന്നെ സ്വന്തം അമ്മയെപ്പോലെയാണ് കാണുന്നത്. തൻ്റെ മകളുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കശപിശ ഉണ്ടായിട്ടുണ്ടാവാം. മകൾക്ക് ഒരു സ്വാഭാവിക മരണമായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും കൊലപാതകമല്ല എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ പറഞ്ഞത്. പോലീസ് ഞെട്ടി. കാരണം പോലീസ് മാത്രമല്ല, അയൽവാസികൾ എല്ലാവരും ഞെട്ടി. ഇതൊരു കൊലപാതകമാണെന്ന് ഏറ്റവും ആദ്യത്തെ സമയത്ത് തന്നെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ശിവാനിയുടെ കഴുത്തിൽ ഞെരിച്ച ആ ഒരു പാട് പോലും ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് സ്വന്തം അമ്മ പറയുന്നത് ഇതൊരു സ്വാഭാവിക മരണമാണ്, കൊലപാതകമല്ല, തൻ്റെ മരുമകൻ ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിൽ. തുടർന്ന് ഈ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് പ്രേംവതി ഇതേപോലെ കള്ളത്തരം പറഞ്ഞതെന്ന് പോലീസിന് ഏറ്റവും ആദ്യം തന്നെ മനസ്സിലായില്ല. പോലീസ് അത് ഷോക്കായിപ്പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 9 രാത്രി സമയത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇതൊരു കൊലപാതകം തന്നെയാണ്. കഴുത്ത് ഞെരിച്ചാണ് ശിവാനിയെ കൊലപ്പെടുത്തിയത്. മാത്രമല്ല ശിവാനിയുടെ ശരീരത്തിൽ മുറിപ്പാടുകളില്ല.
നേരെ മറിച്ച് ചതഞ്ഞ പാടുകളുണ്ട്, ഉപദ്രവിച്ച് ചതഞ്ഞതിൻ്റെ പാടുകളുണ്ട്. അപ്പം എന്തായാലും ഒരു പുരുഷൻ തന്നെയായിരിക്കാം ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് ഏറെക്കുറെ ഉറപ്പായി. അപ്പം പ്രമോദാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. പ്രമോദിനെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. ആ നമ്പറാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ വീട് കേന്ദ്രീകരിച്ചാണ്. അപ്പം പ്രമോദ് എങ്ങോട്ടോ കടന്നു കളഞ്ഞിട്ടുണ്ട്. മക്കളെയും അച്ഛനെയും അമ്മയും കൂട്ടിയിട്ടാണ് പ്രമോദ് ആ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞതെന്ന് പോലീസിന് വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ പ്രമോദിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ പ്രമോദ് സാധാരണ പോകാൻ സാധ്യതയുള്ള പ്രമോദിന്റെ ഫ്രണ്ട്സിന്റെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസ് അന്വേഷിച്ചു. പക്ഷേ പ്രമോദിനെ കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല. പിന്നെ പോലീസിന് സംശയമായ മറ്റൊരു കാര്യം ഉണ്ടല്ലോ, ഈ പ്രേമവതി എന്തിന് സ്വന്തം മകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, മരുമകനെ സപ്പോർട്ട് ചെയ്തു? അതറിയണമെന്നുണ്ടെങ്കിൽ അയൽവാസികൾ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ആ കഥയെക്കുറിച്ച് അറിയണം. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അയൽവാസികളെ കേന്ദ്രീകരിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ആ മൊഴി രേഖപ്പെടുത്തിയപ്പോഴും അതിൽ നിന്ന് പല ആൾക്കാർ ഒരേ കാര്യം തന്നെ പോലീസിനോട് റിപ്പീറ്റ് ആയിട്ട് പറയുകയുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പ്രമോദിന്റെ മൊബൈൽ ഫോണിൽ ഒരു സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ് വരികയുണ്ടായി. ഈ വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അമ്മയമ്മയും പ്രമോദുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ പ്രമോദ് വളരെ ക്ലോസ് ആയിട്ട് ചുംബിച്ചുകൊണ്ട് അമ്മായിയമ്മയായിട്ട് പ്രേമവതിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് സ്റ്റോറിയായിട്ട് ഇട്ടിരുന്നത്. വളരെ പെട്ടെന്ന് ആ ഫോട്ടോ ഡിലീറ്റ് ആക്കി. മേ ബി അബദ്ധം പറ്റിയതായിരിക്കാം. പക്ഷേ പല ആൾക്കാരും ആ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രേമവതിയും പ്രമോദുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നും, അത് മാത്രമല്ല ഈ പ്രേമവതി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിൽ പ്രമോദ് പലതവണ രാത്രി സമയങ്ങളിൽ പോയിട്ടുണ്ടെന്നും അവിടെ താമസിച്ചിട്ടുണ്ടെന്നും ഒക്കെ അയൽവാസികൾ പോലീസിനോട് പറയുകയുണ്ടായി. ഇരുവർക്കും ഇടയിൽ ഒരു മോശപ്പെട്ട ബന്ധമുണ്ട്. അതായത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അമ്മായിയമ്മയ്ക്കും മരുമകനും ഇടയിലുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട്, അതായത് പ്രേമവതിയും പ്രമോദും ചേർന്നുകൊണ്ട് ശിവാനിയെ കൊലപ്പെടുത്തിയതായിരിക്കാമെന്ന് അയൽവാസികൾ പോലീസിനോട് സംശയത്തിൻ്റെ പേരിലും അവർ കണ്ട തെളിവിൻ്റെ പേരിലും ഒക്കെ പറയുകയാണ്. പോലീസിന് ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പായി. അപ്പോൾ പ്രമോദിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ പ്രേമവതിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടും. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രേമവതിയെ ചോദ്യം ചെയ്തതിന് മുന്നേ തന്നെ പ്രേമവതിയുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അപ്പോൾ പ്രമോദുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ ഒക്ടോബർ 9 രാത്രി സമയത്താണല്ലോ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം ഈ കൊലപാതകം നടന്നുവെന്ന് പോലീസിന് തോന്നുന്നൊരു സമയമുണ്ടല്ലോ. ഉദാഹരണത്തിന് 10 മണിയാണെന്ന് വിചാരിക്കട്ടെ. എന്നാൽ ആ 10 മണിക്ക് ശേഷം അവസാനമായിട്ട് പ്രമോദ് കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രേമവതിയാണ്, അതായത് ശിവാനിയുടെ അമ്മയാണ്. അപ്പോൾ ഇരുവരും തമ്മിൽ കോൺടാക്ട് അന്ന് ചെയ്തിട്ടുണ്ടെന്നും അതിനു മുന്നേ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ടെന്നും പോലീസിന് ഉറപ്പാക്കാൻ സാധിച്ചു. അപ്പോൾ അയൽവാസികൾ പറഞ്ഞത് ഏറെക്കുറെ സത്യമാണ്. എന്തിന് ഈ പ്രമോദ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ ഒളിച്ചോടി പോകുന്ന സമയത്ത് എന്തായാലും അമ്മായിയമ്മയെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് പ്രേമവതി മരിച്ചു എന്ന് പറയുന്ന സമയത്തിന് ശേഷം അപ്പോൾ പ്രേമവതി ഇതെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രേമവതിയെ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്ത സമയത്ത് ഏറ്റവും ആദ്യം പ്രേമവതി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചോദ്യം ചെയ്യലിൻ്റെ രീതി മാറിയപ്പോഴത്തേക്കും പ്രേമവതിക്ക് മനസ്സിലായി പോലീസിന് എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രേമവതി പറയുകയാണ് തൻ്റെ മരുമകനായിട്ടുള്ള പ്രമോദിന് തന്നോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നോട് പലപ്പോഴായിട്ട് അവൻ പെരുമാറിയിട്ടുമുണ്ട്. പക്ഷെ തനിക്ക് അങ്ങോട്ട് ആ ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. താനൊരു മകനെ പോലെയാണ് കണ്ടിരുന്നത്. പക്ഷെ അവൻ ഇങ്ങോട്ട് അടിക്കടിക്ക് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ സമീപിച്ചിരുന്നു. അത് താൻ മകളോട് പറഞ്ഞതുമില്ല. ഒരു പക്ഷേ മകളും മരുമകനും അതിൻ്റെ പേരിൽ എന്തെങ്കിലും വഴക്ക് ഇട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധമില്ല എന്ന് പ്രേമവതി പറയുകയാണ്. പക്ഷേ ഈ പ്രേമവതി പറഞ്ഞ കാര്യങ്ങൾ പോലീസ് അപ്പാടെ അങ്ങ് വിഴുങ്ങിയില്ല. എന്താണോ പ്രേമവതി പറയുന്നത് കേട്ടിരിക്കുക മാത്രമാണ് പോലീസ് ഏറ്റുവാദം ചെയ്തത്. കാരണം കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അവരെ അടപടലം പൂട്ടണമെന്ന് പോലീസിന് നിർബന്ധം ഉണ്ടായിരുന്നു. പോലീസ് വീണ്ടും പ്രമോദിനെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ പ്രമോദിനെ കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭ്യമായില്ല. പ്രമോദ് സംസ്ഥാനം വിട്ടുവെന്നാണ് പോലീസിന് ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ പോലീസ് ഉറപ്പിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പ്രേമവതി തന്നെ വീണ്ടും സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർ സത്യങ്ങൾ പറയാണ്ടിരിക്കില്ല. അങ്ങനെ പ്രേമവതിയെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ അവർ ഒരുപാട് സത്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ അവർ സത്യങ്ങൾ മണിമണിയായിട്ട് പോലീസിനോട് പറയുകയും ചെയ്യും. അവർ പറഞ്ഞു തൻ്റെ മകളെ കൊലപ്പെടുത്തിയത് തൻ്റെ മരുമകനായിട്ടുള്ള പ്രമോദ് തന്നെയാണ്. തനിക്ക് ആ കൊലപാതകത്തെക്കുറിച്ച് അറിയാം. പക്ഷേ ഈ കൊലപാതകത്തിനകത്ത് തനിക്ക് ഒരു പങ്കുമില്ല. ഞാൻ കൊലപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുമില്ല. ഈ കൊലപാതകത്തിൻ്റെ കാര്യം മാത്രം കൊലപാതകം നടന്നതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത് പോലും. ഇനി പോലീസിന് അറിയേണ്ടത് ഓക്കെ ഈ കൊലപാതകം ചെയ്തത് പ്രമോദാണ്, അത് പ്രേമവതിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ശിവാനിയെ എന്തിനു കൊലപ്പെടുത്തണം, എങ്ങനെ കൊലപ്പെടുത്തണം, എന്തിനു കൊലപ്പെടുത്തണം എന്ന് ചോദിച്ചതിന് ഉത്തരവുണ്ട്. കാരണം അമ്മായിമ്മയായിട്ടുള്ള ആ ഒരു അവിഹിത ബന്ധം, ആ ലൈംഗിക ബന്ധം തുറന്നു പോകാനായിട്ടാണ് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഇനി അത് എങ്ങനെയാണ്, അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്നാണ് അറിയേണ്ടത്. അതിൻ്റെ കാരണങ്ങൾ ഇപ്രകാരമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ 2018 ഈ പ്രമോദിൻ്റെയും ശിവാനിയുടെയും വിവാഹം.
അപ്പോൾ ഈ വിവാഹ സമയത്ത് 2018 വിവാഹം കഴിക്കുന്ന സമയത്ത് പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്കും ഓക്കെ ഈ അമ്മായിയമ്മയെ കാണുന്നുണ്ട്, പ്രേമവതിയെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നുമില്ല. തൊട്ടടുത്ത ഗ്രാമത്തിലാണ്. അപ്പോൾ വലിയ പരിചയമൊന്നും രണ്ടുപേർക്കും തമ്മിലില്ല. ഐ മീൻ ഈ പ്രമോദും പ്രേമവതിയായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ശിവാനിയെ കാണുന്നു, ശിവാനിയെ കണ്ട് ഇഷ്ടപ്പെടുന്നു, വിവാഹത്തിന് ഉറപ്പ് നൽകിയാണ്. അന്ന് ആ സമയത്ത് ശിവാനിയുടെ വീട്ടിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നു, സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വിവാഹമൊക്കെ ഉറപ്പിച്ച് വിവാഹം നടന്നതിന് ശേഷം പിന്നീട് നേരത്തെ സൂചിപ്പിച്ച പോലെ ശിവാനിയുടെ അച്ഛന് പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്, സഹോദരങ്ങൾ ജോലിക്ക് പോകും, അങ്ങനെ ജോലിക്ക് പോവുകയാണ്. മൂത്ത മകളാണ് കെട്ടിച്ച് വിടുകയും ചെയ്തു. പിന്നീട് ആ വീട്ടിലുള്ളത് ആരാണ്? ഈ അമ്മയായിട്ടുള്ള പ്രേമവതി മാത്രമാണ്. അപ്പോൾ ഈ വിവാഹത്തിന് മുന്നേ തന്നെ പ്രമോദ് ഇടയ്ക്കിടയ്ക്ക് പ്രേമവതിയെ വിളിക്കും, ഒരുപാട് നേരം സംസാരിക്കും, വലിയൊരു സ്നേഹം കാണിക്കും, വലിയ ഇഷ്ടം കാണിക്കും, അടുപ്പം കാണിക്കും. അപ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം തൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു. അമ്മയോട് ഒറ്റക്കാകുമ്പോഴത്തേക്കും പ്രമോദ് അവിടെ പോയിട്ട് അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ നല്ലൊരു മരുമകൻ എന്ന രീതിയിലാണ് ശിവാനി ഏറ്റവും ആദ്യം തന്നെ ചിന്തിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കല്യാണം കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും കൂടി ആ സ്നേഹം ഒരുപാട് അങ്ങോട്ട് കൂടി. അപ്പോൾ ഇടയ്ക്ക് ശിവാനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രേമവതി എന്ന് പറയുന്ന അമ്മ ഒറ്റയ്ക്കല്ല ആ വീട്ടിൽ താമസിക്കുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാം, ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷെ പ്രമോദ് അതിന് സമ്മതിച്ചില്ല. പ്രമോദും സമ്മതിച്ചില്ല, പ്രേമവതിയും സമ്മതിച്ചില്ല. രണ്ടുപേരും റീസണായിട്ട് പറഞ്ഞത് പ്രമോദിന്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടില്ല, അത് വലിയ വഴക്കായിട്ട് പിന്നീട് മാറും, അതുകൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം എന്നാണ്. പക്ഷേ ഇവർ രണ്ടുപേരും അതിൻ്റെ പിന്നിൽ ചിന്തിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ശിവാനി ഉണ്ടാവും. അപ്പം ഇരുവർക്കും ഇടയിലുള്ള ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. പക്ഷേ ഈ പ്രേമവതി താമസിക്കുന്ന സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും പ്രമോദിന് എപ്പോൾ വേണമെങ്കിലും ആ വീട്ടിൽ ചെല്ലാം, അവിടെ താമസിക്കാം, ഇരുവർക്കും ഇടയിൽ എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ പ്രമോദ് ശിവാനി അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് പോകും, അമ്മയെ സഹായിക്കാനായിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ പോവുകയും രണ്ടുപേരും അവിടെ ഒരുമിച്ച് താമസിക്കുകയും എല്ലാ രീതിയിലുള്ള ആ ഒരു ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടന്ന് പോകുന്നുണ്ടായിരുന്നു. ഇത് ശിവാനിക്ക് ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. ശിവാനി വിചാരിച്ചിരുന്നത് അമ്മായിയമ്മയും മരുമകനുമായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തിലാണെന്ന് മാത്രം ആയിരുന്നു. പക്ഷെ പിന്നീട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും അയൽവാസികൾക്ക് ഉൾപ്പെടെ സംശയങ്ങൾ തോന്നാൻ വേണ്ടി തുടങ്ങി. കാരണം മാസങ്ങളും ദിവസങ്ങളും അല്ല, വർഷങ്ങളോളം ഈ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രമോദിനും ശിവാനിക്കും 2 കുട്ടികളായി, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി ജനിച്ചു. അതിനുശേഷമാണെങ്കിൽ തന്നെയും ഈ ബന്ധം അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. പ്രമോദ് ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് പോകും, തിരിച്ചു വന്നിട്ട് സ്വന്തം വീട്ടിലല്ല നിൽക്കുക, കൂടുതൽ അമ്മായിയമ്മയെ കാണാനായിട്ട് അമ്മായിയമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, പ്രേമവതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും പതുക്കെ സംശയങ്ങൾ കൂടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ ഫോണിലെടുത്ത ഈ ഉമ്മ കൊടുക്കുന്ന വളരെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോസ് അറിയാണ്ടാണ് പ്രമോദിൻ്റെ ഫോണിൽ നിന്ന് സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റോറി ആയിട്ടൊക്കെ മാറുന്നത്. ഈ സ്റ്റാറ്റസ് ആയിട്ട് മാറിയെന്ന് പെട്ടെന്ന് അറിഞ്ഞ സമയത്ത് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് സുഹൃത്തുക്കൾ, അയൽവാസികൾ ശിവാനിയും ഈ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ശിവാനി അമ്മയോടും ഭർത്താവിനോടും ചോദിച്ചു, നിങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താണ്? കാരണം അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കേണ്ട ഒരു ഫോട്ടോയുടെ ആവശ്യം അവിടെ ഇല്ല. അന്ന് സ്വന്തം അമ്മയായിട്ടുള്ള പ്രേമവതിയും ഭർത്താവായിട്ടുള്ള പ്രമോദും ശിവാനിയോട് പറഞ്ഞത്, ഞങ്ങളൊരു അമ്മയും മകനും പോലെയാണ്, അപ്പോൾ അത്രയും സ്നേഹത്തിൽ നിൽക്കുന്നതിനകത്ത് എന്താണ് തെറ്റ്? അടുത്ത് അത്രയും ക്ലോസ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് മിസ്റ്റേക്സ് ഒന്നും തന്നെ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ ഫോട്ടോ കാണുന്ന എല്ലാവർക്കും തന്നെ, ഞാനത് ബ്ലർ ചെയ്ത് കാണിക്കുന്നുണ്ട്, ആ ഫോട്ടോ കാണിക്കുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ബൈ ചാൻസിൽ അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയ ആ ഫോട്ടോ അങ്ങ് ലീക്കായി പോയതാണ്. അപ്പോൾ ശിവാനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. തൻ്റെ ഭർത്താവും തൻ്റെ അമ്മയും ചേർന്നുകൊണ്ട് തന്നെ ചതിക്കുകയാണെന്ന് ശിവാനിക്ക് ഏറെക്കുറെ ഉറപ്പാകുകയും ചെയ്തു. പക്ഷെ അവൾക്ക് നാട്ടുകാരോട് പറയാനോ മറ്റുള്ള ആൾക്കാരോട് പറയാനോ പ്രതികരിക്കാനോ ഇതിൽ വലിയ വിഷയമാക്കാനൊന്നും പറ്റില്ല. കാരണം ഒരു നാട്ടുകേസ് കൂടെയാണ്. പ്രമോദിനടുത്ത് അമ്മയായിട്ട് ഇനി അധികം സഹകരിക്കേണ്ട, മിണ്ടണ്ട, പറയണ്ട എന്നൊക്കെ പറയുകയാണ്. പക്ഷെ പ്രമോദ് ഇത് കേട്ടില്ല. പ്രമോദ് വീണ്ടും ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി, കൂടുതൽ സഹകരിക്കാൻ വേണ്ടി തുടങ്ങി. ഭാര്യയെ വകവെക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഭാര്യയുമായിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ ഉണ്ടാകുന്നുണ്ട്. ഇത് അയൽവാസികൾ ചോദിച്ചപ്പോഴത്തേക്കും ശിവാന് പറഞ്ഞത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ്. അമ്മയുടെ കാര്യമൊന്നും അവർ പറഞ്ഞതുമില്ല. പക്ഷെ ഓൾറെഡി പല നാട്ടിലുള്ള ആൾക്കാരും ഈ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ഈ ഫോട്ടോയെക്കുറിച്ച് നാട്ടുകാർ ശിവാനിയോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. ശിവാനിക്ക് മനസ്സിലായി താൻ മാത്രമല്ല കണ്ടിരിക്കുന്നത്, പലരും കണ്ടിട്ടുണ്ട്, തനിക്കിതൊരു നാണക്കേടാണ്. അങ്ങനെ പ്രമോദിനോട് ശിവാനി ഒരു കാര്യം പറയുകയാണ്, നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ അമ്മയുമായിട്ടൊരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നാട്ടിൽ നിന്ന് മാറി ദൂരെ എവിടേക്കെങ്കിലും പോയി താമസിക്കാം. പക്ഷേ പ്രമോദ് അതിനും സമ്മതിച്ചില്ല. മാറി താമസിക്കാനായിട്ട് പറ്റില്ല എന്നാണ് പ്രമോദ് മറുപടി ആയിട്ട് പറഞ്ഞത്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രമോദിൻ്റെ ഫോണിലേക്ക് ശിവാനി ഉള്ള സമയത്ത് പ്രേമവതി, ശിവാനിയുടെ അമ്മ, പ്രമോദിനെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വരാനായിട്ട് ആവശ്യപ്പെടും, വീട്ടിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടും. അതായത് ശിവാനിയെ പിന്നീട് വകവെക്കാതായി. ഇരുവർക്കും ഇടയിലുള്ള ബന്ധം എല്ലാ രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ അത് ശിവാനിക്ക് അറിയാൻ സാധിച്ചിട്ട് കൂടിയും
ഇവരിത് മൈൻഡ് ചെയ്യാണ്ട് ശിവാനിക്ക് പുല്ല് വില കൊടുത്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിൽ മാത്രം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ ശിവാനിക്ക് ഒരുപാട് ദേഷ്യമായി, വലിയ വഴക്ക് പ്രേംവതിക്കും ശിവാനിക്കും പ്രമോദിനും ഇടയിൽ ഉണ്ടായി. പക്ഷേ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട്, അതായത് പ്രമോദും പ്രേംവതിയും ചേർന്നുകൊണ്ട് ശിവാനിയെ കംപ്ലീറ്റ്ലി അവഗണിക്കാനും ശിവാനി പറയുന്ന കാര്യങ്ങൾക്ക് പുല്ലുവില കൊടുക്കാനും അവരിനിയും കാണാനും മിണ്ടാനും ഒരുമിച്ച് താമസിക്കാനും ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടാനൊക്കെ അവരങ്ങ് അങ്ങനെ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബർ 9 രാത്രി സമയത്ത് ശിവാനിയും ഭർത്താവുമായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നു. ഇതിൻ്റെ പേരിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടായി. ഈ പ്രോബ്ലംസ് ഉണ്ടായതിന് പിന്നിൽ മറ്റൊരു റീസൺ കൂടി ഉണ്ടായിരുന്നു. ഇത് പറച്ചിൽ മാത്രമാണ് അത്ര നാൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ഒക്ടോബർ 9 1-2 ദിവസങ്ങൾക്ക് മുന്നേ ഈ പ്രമോദ് രാത്രി സമയത്ത് പ്രേംവതിയുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അതായത് പ്രേംവതിയുടെ വീട്ടിലേക്ക്, ശിവാനിയുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ശിവാനി അന്ന് രാത്രി പിന്തുടർന്ന് പോയിട്ടുണ്ടായിരുന്നു. ശിവാനി കണ്ട കാഴ്ച എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവും തൻ്റെ അമ്മയും കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ശിവാനി പിന്നീട് വഴക്കിട്ടത്. അപ്പോൾ പ്രമോദിന് കാര്യം മനസ്സിലായി, തൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തൻ്റെ ആ ഒരു ബന്ധം, തൻ്റെ അമ്മായിമ്മയുമായിട്ടുള്ള ആ ഒരു ബന്ധം തുറന്നു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടു. ശിവാനിയെ ഒരുപാട് ഉപദ്രവിച്ചു. കുട്ടികൾ ആ വീട്ടിലുണ്ടായിരുന്നു. ശിവാനിയെ ഉപദ്രവിച്ച് ലാസ്റ്റ് അവസാനമായപ്പോൾ ചെയ്തത് ഒരു കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ശിവാനിയെ പ്രമോദ് കൊലപ്പെടുത്തി. എന്നിട്ട് ആ ശരീരം വീട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. വീട്ടു സാധനങ്ങളെല്ലാം തന്നെ പഴയ രീതിയിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്തു. എന്നിട്ട് പ്രമോദ് നേരെ വിളിച്ച് പ്രേംവതി എടുത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. തനിക്ക് മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ശിവാനിയെ കൊലപ്പെടുത്തി, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇപ്പോൾ എന്തായാലും കേസും പ്രശ്നങ്ങളൊക്കെ ആവും, പക്ഷേ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഞാൻ ദൂരെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം ഒന്ന് കെട്ടണങ്ങിയിട്ട് നമുക്ക് അവിടെയൊക്കെ പോയി ഒരുമിച്ച് താമസിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ പ്രമോദ് മക്കളെയും മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് ആ സംസ്ഥാനം വിട്ട് കടന്നു കളയുകയായിരുന്നു. എവിടേക്കാണ് പോയത് എന്ന് മാത്രം പ്രേംവതിക്ക് അറിയില്ല. ഇനി പ്രമോദിൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു. അവരും പ്രമോദിനെ സഹായിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അവർ കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പ്രമോദ് ഈ കാര്യം ഓൾറെഡി പ്രേംവതിയോട് പറയുകയും ചെയ്തു. ഈ കടന്നു കളഞ്ഞതിന് ശേഷം പ്രേംവതിയെ പിന്നീട് പ്രമോദ് കോൺടാക്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് എവിടെയാണെന്ന് അറിയാനായിട്ട് സാധിക്കാതെ പോയത്. വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി തന്നെയാണ് പോലീസ് പ്രേംവതി അറസ്റ്റ് ചെയ്തത്. പ്രേംവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ച സമയത്ത് അതിനകത്ത് നിന്ന് പ്രേംവതിയുടെയും പ്രമോദിൻ്റെയും ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് പോലീസിന് ലഭ്യമാവുകയും ചെയ്തു. അതെല്ലാം പ്രധാനപ്പെട്ട തെളിവായിരുന്നു. ഇരുവർക്കും ഇടയിൽ ഒരു ബന്ധമുണ്ടെന്ന് പോലീസിന് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കേസിനെ പറ്റി സംസാരിക്കുന്ന ഈ സമയത്ത് പോലും പോലീസിന് പ്രമോദിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ ഗൂഗിളിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, യൂട്യൂബിലൊക്കെ പ്രമോദിനെ കിട്ടിയോ എന്നുള്ളത്. പക്ഷേ പ്രമോദിനെ ഇതുവരെ പോലീസിന് കണ്ടു കിട്ടിയിട്ടില്ല. മേ ബി ഉറപ്പായിട്ടും അവനെ പിടികൂടാണ്ടിരിക്കില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 1 മാസമായല്ലോ, 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ കേസ് നടന്നിട്ട്. മേ ബി അതിൻ്റെ അപ്ഡേറ്റ്സ് ഇല്ലാത്തതാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധം, ഒരു അമ്മായിയമ്മയും മരുമകനുമായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, നമ്മൾ അപൂർവമായിട്ട് മാത്രമാണ് അതെല്ലാം കേട്ടിട്ടുള്ളത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയും അവിടെ നടക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എത്ര ക്രൂരമായ രീതിയിലാണ് ഈ പ്രമോദ് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത്. എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത്? അമ്മായിയമ്മയായിട്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട്. അമ്മായിയമ്മക്ക് അത് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രേംവതി എന്ന് പറയുന്ന ആ പക്ക ക്രിമിനലായിട്ടുള്ള സ്ത്രീ സ്വന്തം മകൾ മരിച്ചുവെന്ന് അറിഞ്ഞിട്ട് കൂടിയും തൻ്റെ കാമുകനായിട്ടുള്ള മരുമകൻ കൊലപ്പെടുത്തി അറിഞ്ഞിട്ട് കൂടിയും ആ കാമുകൻ്റെയും മരുമകൻ്റെയും കൂടെ നിൽക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറും സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു തീരുമാനം എടുത്തത്. നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടേണ്ടത് പ്രേംവതിക്കാണ്. ഇവിടെ പ്രമോദിന് എത്രത്തോളം ശിക്ഷ കിട്ടുന്നോ അതിൻ്റെ ഇരട്ടി ശിക്ഷ കിട്ടേണ്ടത് പ്രേംവതിക്കാണ്. എന്തായാലും നമുക്ക് കേസ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സീ യു.